കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഹൈക്കോടതി. പോലീസിന് രണ്ട് നീതി എന്ന വിമർശനം. അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കൈ വിറയ്ക്കുന്നുവെന്നും ഹൈക്കോടതി. ഷബ്ന വിവരങ്ങളുമായി ചേരുകയാണ്. ഷബ്ന, ഇതിൽ കഴിഞ്ഞ ദിവസം ഈ ഡോക്ടർ റാമിനെ ഉടൻ തന്നെ പിടികൂടും എന്നുള്ള സൂചനകളും വിവരങ്ങളും ഒക്കെയാണ് പുറത്തേക്ക് വന്നത്. പക്ഷേ പിടികൂടിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ പോലീസിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. എന്താണ് ഹൈക്കോടതി ചോദിക്കുന്നത്? സ്വാതി, കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ റാമിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയത്. സുപ്രീം കോടതി ജാമ്യാപേക്ഷ തള്ളിയിട്ടും ഇതുവരെയും ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയാണ് ഹൈക്കോടതി ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഈ മരണപ്പെട്ട കുട്ടിയുടെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ദിവസം തങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്ന രീതിയിൽ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. വളരെ വൈകാരികമായി തന്നെ ഈ നിതിൻ രാജിൻ്റെ അമ്മയടക്കം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തതാണ്. ഇത്രയും ദിവസമായിട്ടും ഈ അധ്യാപകനെ അറസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയ ഈ അധ്യാപകനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്ന് അവർ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീൻ മറ്റൊരു കേസ് പരിഗണിക്കുന്നതിനിടെയാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയത്. പോലീസിന് എന്തിനാണ് ഈ ഇരട്ട നീതി എന്നാണ് കോടതി ചോദിക്കുന്നത്. പോലീസിന് ഈ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാൻ കൈവിറയ്ക്കുമോ എന്നാണ്. ഇത്തരത്തിൽ കൈവിറയ്ക്കുന്ന പോലീസ് എങ്ങനെയാണ് നീതി നടപ്പാക്കുന്നത് എന്നാണ് കോടതി ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. ഏതായാലും പോലീസിനോട്, അതായത് ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇക്കാര്യം സൂചിപ്പിക്കണം, അല്ലെങ്കിൽ കോടതിയുടെ അതൃപ്തി അറിയിക്കണം എന്ന് സർക്കാർ അഭിഭാഷകനോട് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നൊരു പ്രത്യേക കേസായി ഇത് എടുത്തതല്ല. മറ്റൊരു കേസ് പരിഗണിക്കുന്നതിനിടെ, മറ്റൊരു കേസിൻ്റെ വാദത്തിനിടെയാണ് കോടതി ഇത്തരം ഒരു പരാമർശം നടത്തിയത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മീഡിയയിലടക്കം വന്നിരുന്നു. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ആദ്യം സെഷൻസ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. അതിനുശേഷം 3 മാസമായി ഡോക്ടർ റാം ഒളിവിലാണ്. എന്തുകൊണ്ടാണ് സംസ്ഥാന പോലീസിന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും അതിലാണിപ്പോൾ കോടതി ഇത്തരത്തിലുള്ള വാക്കാലുള്ള പരാമർശം, ജസ്റ്റിസ് ബദറുദ്ദീനാണ് വാക്കാലുള്ള പരാമർശമാണ്, മറ്റൊരു കേസിനിടെയാണ് ഈ രീതിയിൽ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും കോടതിയുടെ ഈ വിഷയത്തിൽ, കാരണം ഈ കോടതിക്ക് മുമ്പാകെ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ വന്നതാണ്. അന്ന് കോടതി തള്ളിയതാണ്. ഈ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം തള്ളുമ്പോൾ പറഞ്ഞിരുന്നു, അധ്യാപകർ ഇത്തരത്തിലല്ല വിദ്യാർത്ഥികളോട് പെരുമാറേണ്ടത്. അധ്യാപകർ ഈ രീതിയിൽ പെരുമാറിയാൽ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരു ക്ലാസ് മുറിയിൽ വെച്ച് സഹപാഠികൾക്ക് മുന്നിൽ വെച്ചാണ് ഈ കുട്ടിയെ ജാതി അധിക്ഷേപം നടത്തിയത്. അതിൻ്റെ മനോവേദനയിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ളവർ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് വിട്ടുപോകരുത് എന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം തന്നെ വിമർശിച്ചതാണ്. അതിനുശേഷവും ഈ ഡോക്ടർ റാമിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് സാധിച്ചില്ല. ഇതുകൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിൽ വാക്കാലുള്ള പരാമർശം അതിരൂക്ഷമായ ഭാഷയിൽ പോലീസിനെ വിമർശിച്ചിട്ടുള്ളത്. പിന്നെ അതുതന്നെയാണ് എന്തായാലും സുപ്രീം കോടതി അടക്കം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം നിതിൻ രാജിൻ്റെ കുടുംബം, അച്ഛനും അമ്മയും ഒക്കെ മുഖ്യമന്ത്രിയെ കണ്ടത്. മുഖ്യമന്ത്രിയോടും ഈ ഡോക്ടർ റാമിൻ്റെ അറസ്റ്റ് വൈകുന്നതിൽ വലിയ അതൃപ്തി അവർ പറയുകയും ചെയ്തു. നീതി ലഭിക്കണമെങ്കിൽ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആ അമ്മ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കരഞ്ഞു പറയുകയും ചെയ്തു. ഇന്നലെ വന്ന വാർത്തയിലാണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ ഈ ഡോക്ടർ റാം എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് എന്നുള്ള കാര്യം അടക്കം അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് വന്നത്. പക്ഷേ അറസ്റ്റ് ഉണ്ടാകുകയും ചെയ്തില്ല. എന്തുകൊണ്ടാണ് ഇത്രമാത്രം വൈകുന്നത് ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് എന്നുള്ള ചോദ്യമാണ്. ഇനി ഈ ഹൈക്കോടതി ഇത്തരമൊരു വാക്കാലുള്ള പരാമർശം നടത്തുമ്പോഴെങ്കിലും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് വെക്കാൻ സാധിക്കുമോ? സ്വാതി, ഇത് പോലീസിന് സാങ്കേതികമായി ഇതിൽ പറയാൻ സാധിക്കുന്നത്, ഈ മുൻകൂർ ജാമ്യാപേക്ഷ വിവിധ കോടതികളുടെ പരിഗണനയിലായിരുന്നു. സാധാരണ നിലയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതികൾ പരിഗണനയിലിരിക്കുമ്പോൾ അത്തരത്തിൽ പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കാറില്ല. കാരണം ആദ്യം സെഷൻസ് കോടതി, പിന്നീട് ഹൈക്കോടതി, പിന്നീട് സുപ്രീം കോടതി, ഇത്തരത്തിലുള്ള കോടതികൾ 3 മാസമായിട്ട് ഈ ഡോക്ടർ റാമിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലിരിക്കുകയാണ്. ഇപ്പോൾ പോലീസിൻ്റെ മുന്നിൽ മറ്റു തടസ്സങ്ങളില്ല. കാരണം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഒരു അപ്പീൽ കോടതിയില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് മുന്നിൽ മറ്റു തടസ്സങ്ങളില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ കോടതി ഈ രീതിയിലൊരു വിമർശനം ഉന്നയിച്ചത്. ഇതുവരെയും ശരി.